ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഗ്രീൻ കളർ പുട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു പുട്ടിനെ നിത്യവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഷുഗറും കൊളസ്ട്രോളും ഒക്കെ വളരെ തന്നെ കുറയ്ക്കുവാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. അപ്പോൾ എങ്ങനെയാണ് നല്ലൊരു ഗ്രീൻ കളർ പുട്ട് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. ഹെൽത്തി പുട്ട് തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് അളവിലാണ് പുട്ടുപൊടി എടുത്തിട്ടുള്ളത്. പുട്ടുപൊടിയെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. വെള്ളവും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം നമുക്കിതിനെ ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. പുട്ടുപൊടിയെ ഒന്ന് കുതിർത്തി വരാനായിട്ട് മൂടി മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് പുട്ടുപൊടിയിലേക്ക് ചേർക്കാൻ ആവശ്യമായ ചീര കൂടെ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 കൈപ്പിടി ചീരയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല ഫ്രഷ് ആണ്. തയ്യാറാക്കാനും വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ചീരയാണ് കേട്ടോ വേണ്ടത്. ഇനി നമുക്ക് ഈ ചീരയെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഇപ്പോൾ ചൂടായി വന്നപ്പോൾ ഞാനിതിലേക്ക് 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് 1 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം, 3 വെളുത്തുള്ളി അല്ലി, ഒരു 7ഓളം പച്ചമുളകും 6 കൊച്ചുള്ളി കൂടി എടുത്തിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് നമ്മൾ എടുത്തിട്ടില്ല ഈ ഒരു ചേരുവകൾ ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. അധികമൊന്നും വഴറ്റിയെടുക്കേണ്ട ഒരാവശ്യമില്ല. ഒന്ന് ചൂടായാൽ മാത്രം മതിയാകും. ഉള്ളിയൊക്കെ 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചീരയെ കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ പുട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നമ്മൾ എടുത്തിട്ടില്ല പച്ചമുളകിൻ്റെ അളവൊന്ന് കുറക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ചീരയെ എല്ലാം പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്തിട്ട് 1 മിനിറ്റ് നേരം മാത്രം വഴറ്റിയാൽ മതിയാകും. ചീരയുടെ കളറൊന്നും നഷ്ടപ്പെടാതെ വേണം നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കാനായിട്ട്. ചീരയില ചേർക്കുമ്പോൾ ഇതിൻ്റെ തണ്ടുകൾ ഒഴിവാക്കിയാൽ നമ്മുടെ പുട്ടിന് നല്ല കളറൊക്കെ കിട്ടുന്നതുമാണ്. ഞാനിവിടെ ഇതിലെ തണ്ടുകളെല്ലാം തന്നെയും എടുത്തു മാറ്റിയിട്ടാണ് ചീര ഇല മാത്രമാണ് ചേർത്തിട്ടുള്ളത്. 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചീര നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് തണുപ്പിച്ചുകൂടി എടുക്കണം. നമ്മുടെ ചീരയിൽ വെള്ളം ഉണ്ടായിരുന്നതെല്ലാം തന്നെയും വറ്റി തീർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറി വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് പുട്ടുപൊടിയെ ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പുട്ടുപൊടി നല്ലതുപോലെ തന്നെ ഒന്ന് കുതിർന്നൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ 1 കപ്പ് വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അല്ലെങ്കിൽ നമ്മൾ ചീരയും കൂടി ചേർത്ത് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കുമ്പോൾ വെള്ളം കൂടി പോവാനൊക്കെ സാധ്യതയുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചൂടാറി വന്നിട്ടുള്ള ചീരയെ കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചീരയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചീരയില ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ പുട്ടുപൊടിക്ക് ഉപ്പ് കുറവ് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്തിട്ട് വേണം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ടും. പുട്ടുപൊടിയെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഇതിനെ ഒന്ന് കറക്കിയും കൂടി എടുത്തിട്ട് വരാം. ഞാനിവിടെ ഒരു പകുതിയോളം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് കറക്കിയും കൂടി എടുത്തിട്ടുണ്ട്. കറക്കിയെടുത്തപ്പോഴും നമ്മുടെ പുട്ടുപൊടി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഒരു തരി പോലും കട്ടകളൊന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ഒന്ന് കറക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 3 തവണ കൊണ്ടാണ് പുട്ടുപൊടിയെ കറക്കിയെടുത്തിട്ടുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കറക്കിയെടുക്കാനും സാധിച്ചിട്ടുണ്ട്. പുട്ടുപൊടിയുടെ നനവ് കറക്റ്റാണോ എന്നറിയുന്നതിനായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയും കൂടെ നോക്കാം. നല്ലതുപോലെ ഉരുണ്ട് വരുവാണെങ്കിൽ നമ്മുടെ പൊടിയുടെ നനവ് കറക്റ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കൈപ്പിടിയോളം തിരുമിയ നാളികേരം കൂടെ ചേർത്ത് കൊടുക്കണം. നാളികേരത്തിന്റെ അളവൊന്നും കൂട്ടിയെടുക്കേണ്ട ഒരാവശ്യമില്ല. കാരണം നമ്മൾ കൂടുതൽ ചേർക്കുവാണെങ്കിൽ പൊടിയിൽ വെള്ളം കൂടിപ്പോവാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ പുട്ടുപൊടിയെ നല്ലതുപോലെ ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കുടൻ തന്നെ പുട്ട് കണയിലേക്ക് വാരിയിട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് വേവിച്ച് കൂടെ എടുക്കാം. നല്ലതുപോലെ ആവി വന്നിട്ടില്ല പുട്ട് കടയിലേക്ക് ഓരോ തവി മാവും വാരി നിറച്ച് കൊടുക്കുവാണ്. പുട്ട് തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ആവി വന്നതിന് ശേഷമായിരിക്കണം നിറച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ പുട്ട് ഒരു തരി പോലും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കുത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പുട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ വേവിച്ചെടുക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു ഹെൽത്തി പുട്ടിനെ തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമ്മുടെ പുട്ടിനെ കഴിക്കാനായിട്ട് സൈഡായിട്ട് കറികളൊന്നും തന്നെ വേണ്ട. വേണമെങ്കിൽ കുറച്ച് പപ്പടമൊക്കെ കൂട്ടിച്ചേർത്ത് കഴിക്കാവുന്നതുമാണ്. അതുപോലെ തന്നെ കടുത്ത പ്രമേഹവും കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാർക്ക്
അരിപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് റാഗിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ചോളപ്പൊടിയോ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ ഉപകാരപ്രദമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. നിത്യവും നമ്മൾ തയ്യാറാക്കുന്ന പുട്ടിൻ്റെ റെസിപ്പിയിൽ നിന്നും ഒരു മാറ്റം വരുത്തി ഇതേ ഒരു രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നതാണ്. അതുപോലെ തിരക്ക് പിടിച്ച സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇതുപോലെ കറികളൊന്നും ചേർക്കാതെ കഴിക്കാനും വളരെ ടേസ്റ്റാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണ്. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ രാവിലെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദിയും സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.